മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ മോര് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുജിറയിലുള്ള നെക്കലിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്കലെന്ന് വെച്ചാൽ തോട്ടത്തിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ആട്, പശു, കോഴി ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മോര് കിട്ടും കേട്ടോ. ഇതെന്താണെന്നറിയോ? നാരങ്ങയാണ് കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഓണത്തിനൊക്കെ ഉണ്ടാവില്ലേ ഒരു നാരങ്ങക്കറി, അതാണ്. നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് മത്തനോ കുമ്പളോ അങ്ങനെ എന്തോ ആണത്. ഇപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്, പച്ചക്കറിയായിട്ടും അല്ലാതെയും. ചോളം അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട്. പിന്നെ ഓറഞ്ച്, നാരങ്ങ, മാങ്ങ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പശു, ആട് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മോര് കിട്ടും, അതുപോലെ പാല് കിട്ടും, കോഴിമുട്ട, നാടൻ കോഴിമുട്ട കിട്ടും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ മോര് വാങ്ങിക്കാറുള്ളത്. നാടൻ മോര് ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇത് ആര്യവേപ്പ് പൂവിട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിറയെ പൂവിട്ട് കാണാനായിട്ട്. അതുപോലെ നല്ല മണമാണ് കേട്ടോ. ഇത് ആര്യവേപ്പ് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ്. അതാ ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റില്ല, നമുക്കിപ്പോൾ വണ്ടിയിലിരുന്നിട്ട് എനിക്ക് ഇത്രേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ പെർമിഷനോട് കൂടിയിട്ട് അകത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ മോരൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു മോര് കാച്ചിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾ നാടൻ മോര് വാങ്ങിച്ചത് എന്ന്. അപ്പോൾ അവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആർക്കെങ്കിലും ഫുജിറയിലുള്ളവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ തോട്ടം വേറെ ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളെപ്പോഴും ഇവിടെ നിന്നാണ് വന്നിട്ട് പാലാണെങ്കിലും മോരാണെങ്കിലും ഒക്കെ വാങ്ങിക്കാറുള്ളത്. പാല് എപ്പോഴും വാങ്ങിക്കാറില്ല, മോര് എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഇതെന്താണെന്നറിയോ? മൾബറിയാണ് കേട്ടോ. കുറച്ച് വലിയ മൾബറി ഉണ്ടല്ലോ, അതാണത്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ മോരില്ലേ, നല്ല പുളിയുള്ള നാടൻ മോര്, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇപ്പം ചൂട് സമയമല്ലേ, അപ്പോൾ മോരും വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ലതാണ്. ഇവിടെ ഈ നെക്കലിൽ ജോലി ചെയ്യുന്നവരും അല്ലാതെയുള്ളവരും ഒക്കെ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അവർ താമസിക്കുന്ന വില്ലകളാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഇവിടെയും ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ആ കാണുന്നത് മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങയും മുരിങ്ങക്കായും കറിവേപ്പിലയും എല്ലാം ഈ ഒരു തോട്ടത്തിനകത്തുണ്ട്. അതുപോലെ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വളർത്തുന്നുണ്ട്. പിന്നെന്താ, ചോളം ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇനി ഫുജിറയിൽ ആർക്കെങ്കിലും ഇതുപോലെ മോരോ പാലോ അങ്ങനെയൊക്കെ വാങ്ങിക്കണം, ഫ്രഷ് ആയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ. അതിനായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെടികളൊക്കെ കിട്ടുന്ന ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. ഇനി അവിടെ പോയിട്ട് കുറച്ച് ചെടികൾ എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ചെടികൾ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതേപോലെ ചട്ടിയിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, ഫലവൃക്ഷ തൈകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതേപോലെയുള്ള നഴ്സറി വേറെ ഉണ്ട് കേട്ടോ. വേറെ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള നഴ്സറികളൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊന്നും ഇല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു നഴ്സറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു എന്താ പറയാ ഫാം ഉള്ളത് കേട്ടോ. ഇപ്പൊ മോരൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു നെക്കലുള്ളത്. കുറച്ച് 10 മണിച്ചെടിയും അതുപോലെ നിത്യകല്യാണി വെറൈറ്റി അതും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നഴ്സറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് ഇനി വീട്ടിലോട്ട് പോവാണ്.
എന്നിട്ട് വേണം മോര് കൊണ്ടൊരു കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കറി റെസിപ്പി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്, നാടൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഇനി വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളൊരു മോരുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇതാ ചേമ്പും പച്ചക്കായൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ആ മൺചട്ടിയിലോട്ട് ഈ ഒരു വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളകും നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു പീസായിട്ടാണ് കേട്ടോ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതും ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മോരൊഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ചേമ്പും പച്ചക്കായും കുമ്പളങ്ങയൊക്കെ ഒന്ന് തിളച്ച് വേവാനായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു തേങ്ങ അരച്ചെടുക്കുന്നത് മോരൊഴിച്ചിട്ട് തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നെക്കലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മോര്. ഇത് ഒരു ബോട്ടിലിന് 10 ദിർഹമാണ്. അതുപോലെ തന്നെ പാലും ഇതേപോലെ ഒരു ബോട്ടിൽ കിട്ടും. നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. അപ്പം ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചെടുക്കാം. ഇപ്പോഴിതാ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേമ്പ്, പച്ചക്കായ, കുമ്പളങ്ങ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മോര് കുറച്ച് പോരാന്ന് തോന്നുകയാണെങ്കിൽ, പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു മോരിൻ്റെ പുളി പാകമാണ് കേട്ടോ, കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ലൂസിലല്ലേ, കുറച്ച് കഴിഞ്ഞ് അതൊന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറി താളിച്ചൊഴിക്കാം. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങയും ചേമ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മോരുകറിയാണ്. ഓണത്തിനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ്. ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഈ ഒരു മോരുകറിയും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കറി താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങളും തയ്യാറാക്കി നോക്കൂട്ടോ. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിതിന് മുന്നേ മോര് കാച്ചിയത്, വെറും
മോര് കാച്ചിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.